ബംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായി പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന ഹോസ്റ്റലിന്റെ ഉടമ മുഹമ്മദ് അഷ്റഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സോളദേവനഹള്ളിയിൽ സ്വകാര്യ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയാണ് ബലാത്സംഗത്തിനിരയായത്. മഹേഷ് പോലൂർ. മഹേഷ്, ഇത് സംബന്ധിച്ച് നമുക്ക് എന്തെല്ലാം വിവരങ്ങളാണ് അറിയാൻ കഴിയുന്നത്? സൈഫുദ്ദീൻ, വളരെ ക്രൂരമായ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു ബലാത്സംഗം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. സോളദേവനഹള്ളിയിലെ ഒരു സ്വകാര്യ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായ മലയാളിയായ ഒരു വിദ്യാർത്ഥി പെൺകുട്ടി, ഈ അഷ്റഫ് എന്ന് പറയുന്ന മുഹമ്മദ് അഷ്റഫ് എന്ന് പറയുന്ന അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. ഇയാളുടെ ഹോസ്റ്റലിൽ പേയിങ് ഗസ്റ്റായി താമസിക്കാൻ ചെന്നു. ഏതാണ്ട് 10 ദിവസം മുൻപാണ് ഈ പെൺകുട്ടി ഈ ഹോസ്റ്റലിൽ പേയിങ് ഗസ്റ്റായി താമസിക്കാൻ എത്തിയത്. ഈ ഹോസ്റ്റലിൽ താമസിച്ച് വരുന്നതിനിടയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 12:41 ഈ അഷ്റഫ് എന്ന് പറയുന്ന ഹോസ്റ്റൽ ഉടമ ഈ റൂമിലേക്ക് ചെല്ലുകയും തനിക്കൊപ്പം വരണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. ഇവിടെ താമസവും ഭക്ഷണവും വേണമെങ്കിൽ തനിക്കൊപ്പം വരണം എന്നാവശ്യപ്പെട്ടു. ഈ പെൺകുട്ടി ചെറുത്തു നിന്നു. അതിന് പിന്നാലെ ഈ പെൺകുട്ടിയുടെ കൈ ഫലമായി പിടിച്ചു വലിച്ച് കൊണ്ടുപോയി കാറിൽ കയറ്റിയ ശേഷം തൊട്ടപ്പുറത്ത് ഇയാളുടെ മറ്റൊരു ഹോസ്റ്റലിന്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലമുണ്ട്. അവിടേക്ക് കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് ഇപ്പോൾ ഈ പെൺകുട്ടി അവരുടെ ബന്ധുക്കളോടും ഒപ്പം തന്നെ സുഹൃത്തുക്കളോടുമൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഈ പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ മുഹമ്മദ് അഷ്റഫിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ കോടതിയിൽ ഹാജരാക്കും, വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പെൺകുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണ്. വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിന് സമാനമായ ചില കേസുകൾ കൂടി ഈ അടുത്ത് തന്നെ ബംഗളൂരുവിൽ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിപ്പോൾ അതായത് ഈ പെൺകുട്ടി തനിച്ച് താമസിക്കുന്ന അല്ലെങ്കിൽ ഈ ഹോസ്റ്റൽ റൂമിനകത്തേക്ക് താമസിക്കുന്നിടത്തേക്ക് ഉടമ അർദ്ധരാത്രി കയറി ചെല്ലുക, ഭീഷണിപ്പെടുത്തുക, അതിന് പിന്നാലെ വലിച്ചിഴച്ച് കൊണ്ടുപോവുക, ക്രൂരമായി ബലാത്സംഗം ചെയ്യുക, അതിഗുരുതരമായ കുറ്റമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട്. പെൺകുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണ്. സൈഫുദ്ദീൻ. ശരി, മഹേഷ് പോലൂരാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.